റെഡിയല്ലേ? വികസന വിഷയങ്ങളിൽ സംവാദമാകാം എന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന സമയത്തും അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഞാൻ ആ സംവാദത്തിന് ചെല്ലാൻ തയ്യാറാണ്. അദ്ദേഹം അത് പൂർണ്ണമായ അർത്ഥത്തിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോ വേണമെങ്കിലും തയ്യാറാണ്. 24 മണിക്കൂർ നോട്ടീസ് മതി, ഞാൻ അവിടെ എത്തിക്കോളാം അദ്ദേഹമായിട്ട് സംവാദം നടത്താൻ. പിന്നെ നിയമസഭ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. നിയമസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം നന്നായി ഈ ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം ശബരിമല വിഷയത്തിലാണ് ഞങ്ങൾ സമരം ചെയ്തത്. ശബരിമല വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടുത്ത നോട്ടീസിന് അനുമതി ലഭിച്ചില്ല. ഗവൺമെന്റ് അതിന് തയ്യാറായിരുന്നില്ല. അത് കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്. അതുകൊണ്ട് ശബരിമല വിഷയം നിയമസഭയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് സർക്കാരും സ്പീക്കറും എടുത്തു. അതിനെ തുടർന്നാണ് ഞങ്ങൾ സമരം ചെയ്തത്. അത് അനുവദിച്ചില്ല. മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ലൈഫ് പദ്ധതിയെപ്പറ്റി പറഞ്ഞത് യമണ്ടൻ കള്ളമാണെന്ന് പറഞ്ഞു. 4,43,000. അദ്ദേഹം ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4,000 വീട് വെച്ചെന്ന. ഞാൻ ഇന്നലെ മന്ത്രിമാരുടെ റിപ്ലൈ അടക്കം, മന്ത്രിമാര് നിയമസഭയിൽ തന്ന റിപ്ലൈ അടക്കം അതിന്റെ മുഴുവൻ തെളിവുകളും ഹാജരാക്കി. ഇന്ന് അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല, ഇന്ന് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. അപ്പൊ ആരാണ് യമണ്ടൻ നുണ പറഞ്ഞത്? യമണ്ടൻ നുണ പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. 2011 മുതൽ 2016 വരെ കേവലം 4,000 വീട് മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് യമണ്ടൻ നുണ. അത് അല്ല എന്നും 4,43,000 വീട് പണിതു എന്നും ഞങ്ങൾ രേഖകൾ കൊണ്ട് തെളിയിച്ചപ്പോ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. അദ്ദേഹത്തിനിപ്പോ അതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ഏറ്റവും രസകരമായ കാര്യം, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ കേരളം മുഴുവൻ കോളിളക്കമുണ്ടാക്കിയ CPM, LDF ഇപ്പോ SDPIയുടെ പിന്തുണയെക്കുറിച്ച് മിണ്ടുന്നില്ല. SDPIയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചാൽ മുഖ്യമന്ത്രി ചൂടാവുകയാണ്. ഞാൻ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചൂടായില്ലല്ലോ. ഞാൻ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്, ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 4 പതിറ്റാണ്ട് കാലം അവരുടെ മാതൃസംഘടന LDFന്റെ കൂടെയായിരുന്നു. അന്ന് അവർ മതേതരവാദികളെന്നാണ് ഇവർ വിശേഷിപ്പിച്ചത്. അവർ ഞങ്ങൾക്ക് പിന്തുണ തന്നപ്പോൾ അവരെ വർഗീയവാദികളാക്കി. ഇനി SDPI മതേതരവാദികളാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമോ? ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട. നിങ്ങൾ മതേതരവാദികളാണ്, നിങ്ങൾ മതേതരത്വം മാത്രം സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറ. എന്താ SDPI പറഞ്ഞത്? പാർലമെന്റ് ഇലക്ഷന് പിന്തുണ നൽകിയപ്പോൾ നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയാൻ ധൈര്യം കാട്ടിയ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നണിയാണ് UDF. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തെ ആദ്യത്തെ രാഷ്ട്രീയ മുന്നണി. നിങ്ങളുടെ പിന്തുണ വേണ്ട. കാരണം ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഞങ്ങൾ ശക്തിയായി എതിർക്കുമെന്നത് ഞങ്ങളുടെ നിലപാടാ. ഏതെങ്കിലും ഒരു മുന്നണിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2024 പരസ്യമായി ഞങ്ങൾ പറഞ്ഞു വേണ്ട. ഇപ്പൊ അവർക്കുള്ള പരാതി അതാണ്. അതായത് അവരെന്നെ മാത്രമാണ് പറയുന്നത്, എല്ലാവരും എന്നെ മാത്രമാണല്ലോ പറയുന്നത്. VD സതീശനാണ് കുഴപ്പം, VD സതീശനാണ് SDPIയുടെ പിന്തുണ വേണ്ടെന്ന്. VD സതീശൻ മാത്രമല്ല, കോൺഗ്രസും UDFും ഒരുമിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പിന്തുണ വേണ്ട. കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് പിന്തുണ തന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പൊ ഇത്രയും മതേതരത്വം പ്രസംഗിച്ച് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടെന്ന് പറഞ്ഞ് UDFിന് ഉണ്ടെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ കോളിളക്കം ഉണ്ടാക്കി ഒരു രഹസ്യമായി SDPI ആയിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചൂടാവാണ്, പൊട്ടിത്തെറിക്കുകയാണ്. SDPIയോട് ചോദിക്കാനാ പറഞ്ഞത്. SDPIയോടല്ല ചോദിക്കേണ്ടത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയണം. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ SDPIയുടെ പിന്തുണ വേണ്ട, അത്തരം ശക്തികളുടെ പിന്തുണ വേണ്ട എന്ന് ഉറച്ചു പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല, ധൈര്യമില്ല. നിങ്ങൾ ഇതെല്ലാം പരസ്യമായിട്ട് പറയുകയും രഹസ്യമായി RSSുമായി ഡീൽ ചെയ്യുകയും ഒരു വശത്ത്, മറുവശത്ത് SDPI ഡീൽ ചെയ്യുന്നു. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ എന്ത് വില കൊടുത്തും നിങ്ങൾക്ക് അധികാരം നിലനിർത്തണം. അധികാരം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് ഹീനമായ മാർഗത്തിലൂടെയും അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമത്തെ ഞങ്ങൾ പൊളിച്ചടുക്കും. കേരളത്തിലെ ജനങ്ങൾ പൊളിച്ചടുക്കും.
ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഏത് വികസന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തോ, ശബരിമലയെക്കുറിച്ച് ചർച്ച ചെയ്തോ, ഞങ്ങൾ തയ്യാറാണ്. ഏത് വിഷയം, വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള കൃത്യമായി എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം UDF കൃത്യമായ പരിപാടികളുമായി വന്ന് ഞങ്ങൾ കേരളത്തെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ഈ കാപഢ്യം, ഈ കേരളത്തിലെ ഏറ്റവും വലിയ കാപഢ്യമുള്ള രാഷ്ട്രീയ നേതാവ് ശ്രീ പിണറായി വിജയനാണ്. കാപഢ്യമാണ് ഇത് മുഴുവൻ, ഹിപ്പോക്രസിയാണ്. ഒന്ന് പുറത്തു പറയുക, മറ്റത് വേറൊന്ന് ചെയ്യുക. അദ്ദേഹം ചെയ്യുന്നതും പ്രവൃത്തിയും പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവും. ഇതിനു മുമ്പ് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി, ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. എന്നിട്ട് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും ഹാജരാക്കി, ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട്. അതിനുശേഷം RSSുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ RSSുമായിട്ട് ബന്ധം ചില സമയത്ത് ഉണ്ടായിരുന്നു, ചില സമയത്ത് ഇല്ലായിരുന്നു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കൂടി ഹാജരാക്കി. ശരിയല്ലേ? 2013 ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടായപ്പോൾ, ഒരു വീടുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായപ്പോൾ ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞു ഈ പാർട്ടി സെക്രട്ടറിയായ മുഖ്യമന്ത്രി. ഇല്ലേ? ഗണേഷ് കുമാറിനെ ചവിട്ടി പുറത്താക്കിയില്ല ഉമ്മൻചാണ്ടി, രാജി ചോദിച്ചു വാങ്ങി. ഇന്ന് അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം ഇപ്പോ ഉണ്ടായി. ഇല്ലേ? ഇപ്പോഴുണ്ടായില്ല, അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നം ഉണ്ടായില്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? അത് കുടുംബ പ്രശ്നമാണെന്ന്. ഇത്രയും ഇരട്ടത്താപ്പ് വേറെ ആർക്കാണുള്ളത്? അപ്പൊ അത് കുടുംബ പ്രശ്നം. ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ചവിട്ടി പുറത്താക്കിയോ ഗണേഷ് കുമാറിനെ? അന്ന് പറഞ്ഞ വാചകം ചവിട്ടി പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല, കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. അന്നുണ്ടായതിനേക്കാൾ രൂക്ഷമായി അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് പരാതി പറഞ്ഞത്. അല്ലേ? പരസ്യമായിട്ട് അവർ വന്ന് പരാതി പറഞ്ഞ കേസിൽ അദ്ദേഹം മാറി. ഇരട്ടത്താപ്പാണ്. അന്നൊരു താപ്പ്, ഇന്നൊരു. അന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്താ അറിയോ? കടലിലിട്ടാൽ കടലും നാറുമെന്ന്, ഗണേഷ് കുമാറിനെ കുറിച്ച്. ഇവരെയൊക്കെ കൊണ്ടുപോയി ചുമന്ന് കടലിലിട്ടാൽ കടലും നാറിപ്പോവും എന്ന്. ഇപ്പൊ നാറുന്നില്ലേ? കൂട്ടത്തിൽ വെക്കുമ്പോൾ നാറുന്നില്ലേ? ഇവരെന്തും പറയും, പരസ്പര ബന്ധമില്ലാത്ത പറയും. പണ്ട് പറഞ്ഞതല്ല ഇപ്പൊ പറയുന്നത്. അതുപോലെ കാപഢ്യമാണ്. കാപഢ്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പ്രവർത്തിക്കുന്നതും പറയുന്നതും രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ വെൽഫെയർ പാർട്ടി ചില മണ്ഡലങ്ങളിലൊക്കെ CPM-നെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ചില BJP ശക്തി അതെനിക്കറിയില്ല. അവര് പരസ്യമായിട്ട് അവരൊരു പ്രസ്താവന UDF-നെ പിന്തുണയ്ക്കുമെന്നാണ് കണ്ടത്. കഴിഞ്ഞ ഇലക്ഷനും ഉണ്ടായിരുന്നു, നിലമ്പൂർ ഇലക്ഷനും ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടി ഏതെങ്കിലും സീറ്റിൽ LDF-നെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ LDF അത് തള്ളിപ്പറയണ്ടേ? കഴിഞ്ഞ 5-6 മാസമായിട്ട് ഈ പിണറായി വിജയനും CPM നേതാക്കളും ഈ വെൽഫെയർ പാർട്ടിയുടെ പേര് പറഞ്ഞ് എന്തൊരു വർഗീയതയാണ് കേരളത്തിൽ അയച്ചുവിട്ടത്. അപ്പൊ ഇപ്പൊ ആ പിന്തുണ വേണ്ടെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? എല്ലാ പ്രസംഗങ്ങളിലും, എല്ലാ LDF നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും ഈ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തതിനെ പറ്റിയല്ലേ? PDP പിന്തുണ കൊടുത്തല്ലോ. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കൊന്നും അതൊന്നൊരു പ്രശ്നമല്ല. PDP ഭയങ്കര മതേതര പാർട്ടിയാണല്ലോ. PDP LDF-ന് പിന്തുണ കൊടുത്തതിനെ പറ്റി നിങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ലല്ലോ. SDP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് K മുരളീധരൻ തൃശൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു SDP-യുടെ വോട്ട് സ്വീകരിക്കുന്നു പറയുകയും ചെയ്തു. UDF കൂടി തീരുമാനമെടുത്ത് SDPIയുടെ പിന്തുണ ഒരു കാരണവശാലും ആവശ്യമില്ല, അത് നിരസിക്കുന്നു എന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ ആളാ ഞാൻ ഇറക്കിയത്. അല്ലല്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊക്കെ നിങ്ങൾ പോയി പറഞ്ഞു. K മുരളീധരൻ അല്ലല്ലോ തീരുമാനം എടുക്കുന്നത് UDF ആണ്. UDF മുഴുവൻ മുസ്ലിം ലീഗ് അടക്കമുള്ള മുഴുവൻ കക്ഷികളും ചേർന്ന് UDF-ന്റെ തീരുമാനമാണ്. ആ തീരുമാനമുണ്ട്. അല്ല, പിന്നെ എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞെന്താ നിലപാടല്ലേ? ആ നിലപാടല്ലേ നിൽക്കുന്നത്. ആ നിലപാട് നിൽക്കല്ലേ? എന്തിനാ എല്ലാ ദിവസവും ചോദിക്കുന്നത്? നിങ്ങളിതൊന്നും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊന്നും ഒരു ചോദ്യം ചോദിക്കാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് അവസരമില്ലല്ലോ. ഈ ദേശാഭിമാനിക്കാർക്കും കൈരളിക്കാർക്കും അല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇന്ന് കണ്ടില്ലേ? ചോദിച്ച ആൾക്കിട്ട് കിട്ടിയത് കണ്ടില്ലേ? ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുന്ന അല്ലല്ല, നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളതല്ല ഈ പറഞ്ഞ കാര്യം എന്തിനാ വീണ്ടും പറയണത്? അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോ ഒക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ വി ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. എഴുതി തരുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കേൾക്ക്
കേൾക്ക്, ഞങ്ങൾ എഴുതി തയ്യാറാക്കി തരുവാണ് സ്റ്റേറ്റ്മെന്റ് വന്ന് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ട്. അതൊന്നും ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലായിരുന്നു, നിങ്ങൾ ആരും ആഘോഷിച്ചില്ല, നിങ്ങളൊക്കെ അത് ഏതാണ്ട് ഇതാക്കി പറ്റും. വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ എല്ലാവരും കൂടി എന്തൊരു ആഘോഷമായിരുന്നു. ഈ മുഖ്യമന്ത്രി എന്തായിരുന്നു 5-6 മാസമായിട്ട് ഇപ്പൊ എവിടെ പോയിട്ടാണ് നിൽക്കുന്നത്? അത് എവിടെ പോയി നിൽക്കുന്നു? ഇപ്പോ എവിടെ പോയി നിൽക്കുന്നു? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇതൊന്നും വായിക്കാറില്ലേ പറയുന്നതൊന്നും? മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, മുഖ്യമന്ത്രിയാണ് വികസനത്തിന്റെ സംവാദം വേണം, വികസന കാര്യങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ച് ഞാൻ തയ്യാറാണ്. ഇനി വികസന കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംവാദത്തിന് തയ്യാറാണ്. ഈ പറയുന്ന ഈ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയായിട്ട് ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം ഇന്ന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ആര് പറയും? അദ്ദേഹം പറയുന്ന സ്ഥലത്തും ഒരു കണ്ടീഷനില്ല, എനിക്ക് ഒരു കണ്ടീഷനില്ല. അദ്ദേഹം പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ എത്തിയിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. എനിക്കതൊരു പ്രിവിലേജാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് സംവാദം നടത്താന്ന് വെച്ചാൽ ഐ എം വെരി മച്ച് പ്രിവിലേജ് ടു ഹാവ് എ ഡിബേറ്റ് വിത്ത് ഹിം. ഇവിടെ ചോദിക്കട്ടെ, നിങ്ങൾ മാത്രം ചോദിക്കില്ല, ഇവിടെ ചോദിക്കട്ടെ. അല്ലല്ല, ചോദിച്ചോ 3 ചോദ്യം ചോദിച്ചത്. ഞങ്ങള് ഒരു സ്റ്റാൻഡില്ല, ആ സ്റ്റാൻഡ് ക്ലിയർ ആണ്. അല്ലല്ല, അത് ഞാനല്ലല്ലോ. യു ഡി എഫ് എടുത്താൽ നിങ്ങൾ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളുകളോട് കുത്തി ഇങ്ങനെ വർത്താനം ചോദിക്കാൻ പാടില്ല. നിങ്ങൾ UDF ഹാസ് ടേക്കൺ എ വെരി സ്ട്രോങ് സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് നിങ്ങൾ നേരത്തെ അറിയാല്ല. വെറുതെ എന്തിനാ എല്ലാ ദിവസവും അത് ചോദിക്കുന്നു? രാവിലെയും ചോദിക്കും, ഉച്ചയ്ക്കും ചോദിക്കും. ഒരു സ്റ്റാൻഡ് എടുത്ത് എഴുതി ഞങ്ങൾ തന്നില്ലേ? അല്ലേ ഉരുണ്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിക്ക് അത് ചോദിച്ചപ്പോ ഞങ്ങള് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ SDP-കാരോട് ചോദിക്കും, വെൽഫെയർ പാർട്ടിക്കാരോട് പോയി ചോദിക്കൂ എന്നൊന്നും അല്ലല്ലോ ഞങ്ങൾ മറുപടി പറഞ്ഞത്. ക്ലാരിറ്റിയോടുകൂടിയാണ് മറുപടി പറഞ്ഞത്. ക്ലാരിറ്റി, അതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റി എന്തിനാ? നിങ്ങൾ ഇഷ്ടം പോലെ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായിട്ടും മറുപടി പറഞ്ഞല്ലോ. ഒരു സ്റ്റാൻഡ് എടുത്താൽ സ്റ്റാൻഡ് മാറുമ്പോൾ നിങ്ങൾ അറിയിക്കാം. പോലെ അതുപോലെ സംവാദത്തിന് തയ്യാറായില്ല. അതുപോലെ നിയമസഭയിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോലും UDF തയ്യാറായില്ല. അവിശ്വാസ പ്രമേയം പാസ്സാവില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അല്ല, എന്താണ് അവിശ്വാസ പ്രമേയത്തെ കുറിച്ച് അങ്ങേക്ക് എന്താ അറിയാം? അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെന്ന് റൂൾസ് ഓഫ് പ്രൊസീജിയർ വല്ലതും ഉണ്ടോ? ഒരു പ്രതിപക്ഷം കേൾക്ക്, അതുകൊണ്ട് എന്താ ഒരു പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം നിയമസഭയിൽ നിർബന്ധമായി കൊണ്ടുവരണമെന്നുണ്ട്. അത് ഞങ്ങളുടെ സ്റ്റാൻഡാണ്. ഞങ്ങൾ കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഇത്രമാത്രം ജനകീയ വിഷയങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രതിപക്ഷം ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം ജനകീയ വിഷയങ്ങൾ നിങ്ങൾ പോയി കൗണ്ട് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കോ. ഈ മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പട്ടികജാതിക്കാരുടെ വിഷയങ്ങൾ, കാർഷിക മേഖലയിലെ വിഷയങ്ങൾ, വൈൽഡ് ലൈഫ് അറ്റാക്കിനെ കുറിച്ച്, വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി, +2 കോഴ്സുകൾ അനുവദിക്കാത്ത വിഷയം, എല്ലാ ആരോഗ്യ മേഖലയിലെ ഗുരുതരമായ വിഷയങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ബ്രെയിൻ ഡ്രെയിനിനെ പറ്റി വരെ ഞങ്ങൾ നിയമസഭയിൽ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾ ഇവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച്, കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് 195 രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ ഇന്റർ കോണ്ടിനെന്റൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്, പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന IPCC റിപ്പോർട്ട്, ലോകത്തൊരു ലെജിസ്ലേച്ചറും സംസാരിക്കാത്ത IPCC റിപ്പോർട്ട് വരെ. കാരണം അത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ്. അറബിക്കടലിലുള്ള അപകടാവസ്ഥയെക്കുറിച്ച് അതുവരെ ചർച്ച ചെയ്ത് ആയിട്ടുള്ള പ്രതിപക്ഷമാണ് ഞങ്ങൾ ഡിബേറ്റ് ചെയ്തില്ല, ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞ തമാശയാവും. എല്ലാ വിഷയങ്ങളും, ശബരിമല ഇതിനു മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം ഞങ്ങൾക്ക് അനുമതി തന്നില്ല. അതായത് 3 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നു. അവർക്കെതിരായി ഒരു നടപടി പോലും, അച്ചടക്ക നടപടി പോലും CPM എടുത്തില്ല. എന്തുകൊണ്ട് അച്ചടക്ക നടപടി എടുത്തില്ല? അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്ത ദ്വാരപാലക ശില്പം കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റുവെന്ന് കോടതി പറഞ്ഞ, എന്നിട്ട് അതിന് പകരം ചെമ്പിന്റെ ഒരു ഫേക്ക് മോൾഡ് ഉണ്ടാക്കി വച്ച ലോക കവർച്ചക്കാരായ CPM നേതാക്കൾ ജയിലിൽ കിടന്നിട്ടും, അയ്യപ്പന്റെ സ്വർണം തട്ടിയതിന് ജയിലിൽ കിടന്നിട്ടും അവരിപ്പോഴും പാർട്ടിയിലെ സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. ഒരു നടപടിയെടുക്കാൻ മുട്ടുവരയ്ക്കും. കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവര്
ഇപ്പോഴുള്ള മന്ത്രിയെ പറ്റിയും പഴയ മന്ത്രിയെ പറ്റിയുമുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നുള്ള ഭയം കൊണ്ടാണ്. അവർക്കെതിരെ ഏതെങ്കിലും പാർട്ടി ചെയ്യാതിരിക്കുമോ? അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കാണ്, ജയിലിൽ കിടന്നു. എന്നിട്ട് ഒരു നടപടി ആരും പോയി ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുകയാണ്. എന്തൊരു പാർട്ടിയാണ്, എന്തൊരു പാർട്ടിയാണ്. ചിരിക്കും ആളുകൾ ഈ പാർട്ടിയെ കുറിച്ച് ആലോചിച്ച്. മുഖ്യമന്ത്രി LDF-ഉം എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വികസനത്തെ കുറിച്ചാണ്. വികസനം മുരടിപ്പാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ടോ കേരളത്തിൽ? ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞങ്ങൾ ഈ സർക്കാരിനെതിരായിട്ട്, നിങ്ങൾ ഇതൊന്നും വായിക്കാറില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ മുഖ്യമന്ത്രി പറയുന്നതും CPM പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഞങ്ങൾ ഈ സർക്കാരിനെതിരായിട്ട് ചാർജ് ഷീറ്റ് അവതരിപ്പിച്ചാണ്. ഏത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ച മുന്നണിയാണ് ഞങ്ങളുടേത്. പത്രസമ്മേളനം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. ഏതെല്ലാം കാര്യങ്ങളിലാണ് ഗവൺമെന്റ് ഫെയിൽ ചെയ്തത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാക്കി, ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നു, ഹയർ എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കുന്നില്ല, യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ അവതാളത്തിലാണ്, വന്യജീവികളുടെ ആക്രമണം നടക്കുന്നു, തീരപ്രദേശത്ത് പട്ടിണിയും ദുരിതവുമാണ്, പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഗ്രാന്റ് പോലും കൊടുക്കുന്നില്ല, കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ തകർത്ത് തരിപ്പണമാക്കി. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളിതെല്ലാം പറഞ്ഞു. എന്ത് വികസനമാണ്? വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് കഴിഞ്ഞപ്പോൾ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ നേതാവാണ്, പാർട്ടി സെക്രട്ടറിയാണ്. ഇപ്പൊ അതിന്റെ ക്ലെയിം കൊണ്ടുപോവാ. ഞങ്ങള് മറ്റേ ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു. ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങളെ കാലത്ത് ഇട്ടപ്പോ അത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പറഞ്ഞ ആള് മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. മെട്രോ റെയിലിനെതിരായി സമരം ചെയ്ത ആളുകൾ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് വികസനത്തെക്കുറിച്ചൊന്നും പറയിപ്പിക്കില്ല. ഞങ്ങൾ നല്ല കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രം ഓരോ വീടുകളിലും ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കൊടുത്ത ഗ്യാരണ്ടി എല്ലാ വീടുകളിലും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്, കുറ്റപത്രം എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നടക്കും ചർച്ച. വീടുകളുടെ കാര്യം പറഞ്ഞതിന് 2016 ഫെബ്രുവരി 24 കോടിയേരിയുടെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടി അതാണ് അതില് ആ മറുപടി. അല്ല, അത് ആ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ചെയ്ത വീടുകളുടെ എണ്ണമാണ് 4000 വീടുകളുടെ എണ്ണം. അതാണ് ഇപ്പൊ പിണറായി വിജയൻ പറയുന്നത്. അതുകൂടി കൂട്ടണം മറ്റേയിലേക്ക് അതുകൂടി കൂട്ടണം. പട്ടികജാതിക്കാരുടെ വീട് പണിതത്, പട്ടികവർഗക്കാരുടെ വീട് പണിതത്. ഇപ്പോ ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. എനിക്ക് മത്സ്യത്തൊഴിലാളി മേഖലയാണ് എന്റെ നിയോജകമണ്ഡലം. 2011 തൊട്ട് 16 വരെ എന്റെ മുമ്പിൽ വന്ന, ഞാൻ അറിഞ്ഞ, അവരപേക്ഷ കൊടുത്ത എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും വീട് കിട്ടി. 400 പേരാണ് 5 കൊല്ലം കൊണ്ട് എന്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം മത്സ്യത്തൊഴിലാളികൾക്ക് വീട് കിട്ടിയത്. ഇപ്പൊ അതിന്റെ 4-1 കിട്ടിയില്ല. ഈ 10 വർഷം കൊണ്ട് 4-1 കിട്ടിയില്ല. കാരണം ലൈഫിൽ പോയപ്പോ ജനറൽ ഇതിൽ പോയി, ഇവർക്കൊന്നും കിട്ടുന്നില്ല. പട്ടികജാതിക്കാർക്ക് പരാതിയാണ്. പട്ടികജാതി മന്ത്രിമാർക്ക് പോലും പരാതിയായിരുന്നു. കാരണം പട്ടികജാതിക്കാർക്ക് പഴയതുപോലെ വീട് പണിയാൻ പറ്റില്ല, ഈ ജനറൽ ലൈഫിൽ പെടുത്തിയതുകൊണ്ട്. അപ്പൊ LDF സർക്കാർ 10 കൊല്ലം കൊണ്ട് പണിത വീടുകൾ ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് പണിതാണ്. അതാണ് കണക്ക്. അതൊക്കെ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. ഞങ്ങള് പിരിച്ച പണവും ഞങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളും അത് പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കണക്ക് അവതരിപ്പിക്കും. 1 രൂപ അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം അതൊരു കോമൺ ആപ്പ് വെച്ചിട്ടാണ് ഞങ്ങളെ കളക്ഷൻ നടത്തിയത്. ആ കോമൺ ആപ്പ് വളരെ ക്ലിയർ ആണ്. എത്ര രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്നത് വളരെ ക്ലിയറാണ്. അത് CLP ലീഡറിന്റെ KPCC പ്രസിഡന്റിന്റെ പേരിൽ, ആദ്യം എന്റെയും സുധാകരന്റെ പേരിലായിരുന്നു, ഇപ്പൊ എന്റെയും സണ്ണി ജോസഫിന്റെ പേരിലാണ്. ഞങ്ങൾ ഒപ്പിടാതെ ഒരു ചെക്ക് അവിടെ നിന്ന് മാറില്ല. ഞങ്ങൾ ഒപ്പിട്ട ചെക്കിന്റെ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കാം. ഞങ്ങൾ ഏത് കാര്യത്തിനാണ്, ഇപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ നിന്ന് ആ ആപ്പുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആദ്യം കൊടുത്തതല്ലാതെ വേറൊരു കാര്യത്തിലും ആ അക്കൌണ്ടിൽ നിന്ന് 1 രൂപ മാറിയിട്ടില്ല. പിന്നെ ഞങ്ങളിപ്പോ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നും ഒരു ചെക്ക് കൊടുക്കണം. അടുത്ത സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കൂടിയായി. ഇതിനോട് ചേർന്നുള്ള വേറെ സ്ഥലം കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ കൂടിയായി. അതിന്റെ ചെക്ക് ഒപ്പിട്ടിട്ട് KPCC പ്രസിഡന്റ് എന്റെ അടുത്തേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട്. ഞാനും കൂടി ഇന്ന് ചെക്ക് ഒപ്പിടും. സ്ഥലം മേടിക്കാനല്ലാതെ, പിന്നെ ഈ ആപ്പിന്റെ പൈസ, ചെറിയ പൈസ കൊടുക്കാനല്ലാതെ ഒരു കാര്യത്തിനും ആ അക്കൌണ്ടിൽ നിന്ന് പൈസ എടുത്തില്ല. ആ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് കൊടുക്കുന്നത്, എപ്പോഴാണ് പൊതുജനങ്ങളുടെ പൊതുസമക്ഷം എപ്പോഴാണ് കണക്ക് അവതരിപ്പിക്കുന്നത്? CPM ചോദിക്കുമ്പോഴല്ലല്ലോ ഞങ്ങൾ കണക്ക് പറയുന്നത്. ഞങ്ങൾ കണക്ക് പറയുന്നത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഞങ്ങൾക്ക് ഇനിയും പൈസ വേണം, കുറെ കൂടി പൈസ വേണം. അത് AICCയും ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സഹായം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കിട്ടി ഞങ്ങളത് പണി പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഇതാ ഏത് പാർട്ടിയാണ് ഞങ്ങളെ രക്തസാക്ഷികളുടെ പേരിൽ പൈസ പിരിച്ചിട്ട്, കേട്ടോ
കേട്ടോ, രക്തസാക്ഷികളുടെ പേരിൽ പണം പിരിച്ചിട്ട് ആ പണം അടിച്ചു മാറ്റിയ പാർട്ടിയാണ് CPM. എന്നിട്ട് ആ നേതാക്കളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. സ്വന്തം പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത പാവത്തിനുള്ള പേരിൽ പൈസ പിരിച്ചിട്ട് ആ പൈസ അടിച്ചു മാറ്റിയ പാർട്ടിയാണ് ഈ വയനാട് പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങൾക്കറിയാലോ, പയ്യന്നൂരിലെ കാര്യം അറിയാലോ. അതുകൂടാതെ തിരുവനന്തപുരത്ത് വിഷ്ണു എന്ന് പറയുന്ന രക്തസാക്ഷിയുണ്ട്. ആ രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയ ആൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്തൊരു മന്ത്രി ഇടപെട്ട് വലിയ നേതാവാക്കി. അപ്പൊ ആ വിഷ്ണുവിന്റെ കുടുംബമാണ് കോൺഗ്രസിൽ ചേർന്നത്. നിങ്ങൾക്ക് CPMന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരന്റെ കുടുംബം, രക്തസാക്ഷികളുടെ പാർട്ടി കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയാണ് CPM. കാരണം അവരുടെ പേരിലും പൈസ പിരിച്ച് അടിച്ചു മാറ്റുന്ന പാർട്ടിയാണ്. ഒരു സംഭവമല്ല, അഭിമന്യുവിന്റെ കേസിലുണ്ടായി, പയ്യന്നൂരിലെ കേസിലുണ്ടായി, തിരുവനന്തപുരത്തെ വിഷ്ണുവിന്റെ കേസിലുണ്ടായി. അപ്പൊ ഇത്രമാത്രം കളവ് രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചുണ്ടാക്കുന്ന ഇത് കംപ്ലീറ്റ് ഉത്തരവാദിത്വം എനിക്കും KPCC പ്രസിഡന്റിനാണ്. അല്ല, വൈകിയല്ലോ, കാരണം പറഞ്ഞല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി കാരണം പറഞ്ഞല്ലോ, വൈകാനുണ്ടായ കാരണം എന്താ? ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ് പല പ്രാവശ്യം. ഒരു കൊല്ലം എടുത്ത് സർക്കാർ ഭൂമി എടുക്കാൻ, ശരിയാണോ? ഒരു കൊല്ലം. ഞാനും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും മുഖ്യമന്ത്രി ക്ഷണിക്കും, സംസാരിക്കും പല പ്രാവശ്യം. അവസാനമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പ്രത്യേകമായ സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. ലീഗ് അതിനു മുമ്പ് തന്നെ ഇത് മനസ്സിലാക്കിയിട്ടാണ്, ഞങ്ങളത് കേൾക്കാൻ വേണ്ടി വൈകിപ്പോയി, ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റാണ്. ലീഗ് അതിനു മുമ്പ് തന്നെ ഇത് മനസ്സിലാക്കി പ്രത്യേക സ്ഥലം തരില്ല, അവർ പോയി സ്ഥലം വാങ്ങിച്ചു. ഞങ്ങൾക്കായി പ്രത്യേക സ്ഥലം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്ഥലം നോക്കിപ്പോയത്. ഒരു കൊല്ലം കൊണ്ടാണ് ഗവൺമെന്റ് സ്ഥലം എടുത്തെങ്കിൽ കോൺഗ്രസ് പാർട്ടി 4 മാസം കൊണ്ട് സ്ഥലം എടുത്തു. അതാണ് വൈകിയത്. ഇല്ലെങ്കിൽ ഗവൺമെന്റ് എടുക്കുന്ന പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗത്ത് KPCC നിർമ്മിച്ച് നൽകുന്ന വീടുകൾ എന്ന് പറയുന്നത് 100 വീടിന്റെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ റെഡിയായിരുന്നു. തരില്ല എന്ന് പറഞ്ഞപ്പോ കോമൺ പൂളിലേക്ക് പൈസ ഇടണമെന്ന് പറഞ്ഞപ്പോ അത് പാർട്ടി ഞങ്ങളെ സമ്മതിച്ചില്ല. കോമൺ പൂളിലേക്ക് പൈസ ഇടാൻ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ ക്ലിയർ അല്ല. അതെങ്ങനെയാണ് നിങ്ങളൊരു വീട് വെക്കാൻ പോകുമ്പോൾ ഡെഡ് ലൈൻ പറയണം? നിങ്ങൾ വീട് വെക്കാൻ അതൊക്കെ ആ പണി തീരുമ്പോ പറയും. നിർമ്മാണമല്ലെന്നേ അവിടെ അവിടുത്തെ മാധ്യമങ്ങൾ വേറെ കുറെ നുണ പറഞ്ഞല്ലോ. അവിടെ ആന കയറണ സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ. ഇത് ഞാൻ ആന കയറണ സ്ഥലമാണെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ തന്നെയാണ് ഇടുന്നത്. ഞാൻ അവിടെ ചെന്ന് നോക്കി, അവിടെ സന്ദർശിച്ചു. ഹൈവേയിൽ നിന്ന് 200 മീറ്റർ അകലെയാണ് ഈ സ്ഥലം. ഞാൻ ഹൈവേയിൽ വണ്ടി നിർത്തിയിട്ട് നടന്ന് ഈ സ്ഥലത്ത് പോയി. അതിന്റെ അപ്പുറത്തൊരു മഠം, എപ്പുറത്തൊരു റിസോർട്ട്, ചുറ്റും വീടുകളുള്ള ആൾതാമസമുള്ള ഒരു സ്ഥലം. പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്, പച്ചക്കള്ളം. എന്തും പറയാലോ. അവിടെ സ്ഥലം കട്ട് ചെയ്ത് എല്ലാം അത് അടച്ചുറപ്പുണ്ടാക്കി അവിടെ സ്ഥലത്തിന്റെ ഡിവൈഡ് ചെയ്ത് ഓരോ സ്ഥലത്തിനും എത്ര സെന്റ് വെച്ചാണെന്ന് ഡിവൈഡ് ചെയ്ത് കെട്ടിടത്തിന് വേണ്ടിയിട്ട് അളന്ന് ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് അല്ലേ അത്. അങ്ങനെയൊന്നും നിങ്ങളോട് കെട്ടിട നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ടോപ്പിക്ക് മാറ്റാൻ, ഇത്രയും ഞാൻ പറഞ്ഞ ടോപ്പിക്ക് മാറ്റി അവസാനം വയനാടിലൊക്കെ അതൊക്കെ അതല്ലല്ല കേൾക്ക്. ഞാൻ എഴുന്നേറ്റൊന്നും പോവില്ല. ഞാൻ ഇവിടെ ഇരിക്കണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ തന്നെ 4 ചോദ്യം അതിനെപ്പറ്റി ചോദിച്ചു. അത് വേണ്ട, അതൊന്നും വേണ്ട. അത് ഇതിനേക്കാൾ കൂടുതൽ ഒന്നും ഡിക്ലെയർ ചെയ്യാനില്ല. പറഞ്ഞു കഴിഞ്ഞു. ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. അല്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലല്ല കുറച്ച് പൈസയും കൂടി വേണ്ടി വരും ഞങ്ങൾക്ക്. വീട് പണി മൊത്തം പൂർത്തി അത് അവരെപ്പോഴാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അപ്പം തരാന്ന് പറഞ്ഞു. അതിന് എന്റെ ഇവിടെ കൂടി വേറെ പണിയൊന്നുമില്ല അവർക്ക്. ഡിവൈഎഫ്ഐക്കാർക്ക് ഒരു പണിയില്ല. ആദ്യം പറഞ്ഞു എന്റെ മുട്ടുകാല് തല്ലി പിടിക്കുമെന്ന് പറഞ്ഞു ഡിവൈഎഫ്ഐ നേതാവ്. എന്റെ മുട്ടുകാല് തല്ലി പിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചിരിപ്പിക്കാതെ പോടെ ചെറുക്കാന്ന് പറഞ്ഞു. അതുപോലെ അത് ഞാൻ പറയുന്നില്ല, ആവർത്തിക്കുന്നില്ല. എന്റെ മുട്ടുകാല് തല്ലി പിടിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി. ആ മുഖ്യമന്ത്രി ഒന്ന് വിളിച്ച് ശാസിക്കണ്ടേ? ഞാനാണ് എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ അതുപോലത്തെ ഒരു നേതാവിന്റെ ഞാനിപ്പുറത്തെ പ്രതിപക്ഷ നേതാവല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആളെ വിളിച്ച് ശാസിക്കും. നീ മാപ്പ് പറയാൻ പറയും. ഞാനാണ് ഇപ്പൊ മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെ ഒരാൾ എന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളെ വിളിച്ച് ശാസിക്കും. എന്റെ മുട്ടുകാലിൽ തന്നെ വിളിക്കും. ഇവന്റെ ആരാച്ചാര, ഇവന്റെ ക്രിമിനലാ. അല്ല, ഞാൻ ചോദിക്കണതിന് മറുപടി പറയട്ടെ. ഇവരിവിടെ വന്ന് എന്നിട്ട് എന്റെ മണ്ഡലത്തിൽ കുടില് കെട്ടുന്നു. അവര് എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? വയനാട് ഞങ്ങളെടുത്ത സ്ഥലത്ത് പോയി കുടില് കെട്ടുമെന്ന് പറഞ്ഞു. കുടില് കെട്ടാ അടിച്ചു ഓടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ സ്ഥലത്ത് എന്റെ വീടാണിത്, എന്റെ പേരിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ അകത്ത് വന്ന് ആരെങ്കിലും കുടില് കെട്ടി എന്ത് ചെയ്യും? നിങ്ങളുടെ വീടിന്റെ അകത്ത് വന്ന് കുടില് കെട്ടി എന്ത് ചെയ്യും? നിങ്ങളുടെ വീടിന്റെ അകത്ത് കുടില് കെട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വീട് നിങ്ങളുടെ സ്ഥലം, അങ്ങയുടെ പേരില
നിങ്ങളുടെ പാരന്റ്സിന്റെ പേരിലുള്ള സ്ഥലത്ത് വന്ന് ആരെങ്കിലും കുടിൽ കെട്ടിയാൽ ഇവര് റോട്ടിലാ നാട്ടിലെവിടെ നമ്മൾക്ക് വേറെ പണിയില്ലാതെ ചുമ്മാ നടക്കുകയാണ്. മനസ്സിലായില്ല, ചുമ്മാ നടക്കുക. ഇനിയിപ്പോ 11 ദിവസമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 100 സീറ്റ് അധികം നേടുന്നുള്ള ഉറപ്പുണ്ട്. ഉറപ്പായിട്ട് വരും. 100 സീറ്റിലധികം നേടി UDF തിരിച്ചു വരും. UDF തരംഗമാണ് കേരളത്തിൽ. UDF തരംഗം. ഞാൻ എല്ലാ ജില്ലകളിലും പോയി ഏകദേശം മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും കവർ ചെയ്തിട്ട് വന്നാണ്. 2ാം ഘട്ടത്തിൽ ഞാൻ വീണ്ടും പോവാണ്. ആദ്യം 3ാം ഘട്ടത്തിൽ പോവാണ്. ആദ്യം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ പോയി. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ട് നമ്മുടെ പുതുയുഗ യാത്രയുമായി പോയി. ഇപ്പം 3ാം ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും പോവുക. UDF തരംഗമാണ്. ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് കേരളം മുഴുവൻ. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലാതെ നിങ്ങൾ എല്ലാവരും ചോദിച്ച ഇദ്ദേഹം 5 ചോദ്യം 6 ചോദ്യം ചോദിച്ചു, നിങ്ങൾ ചോദിച്ചു 3-4 ചോദ്യം ചോദിച്ചു. അതൊക്കെ ഞാൻ ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞിട്ട് എല്ലാവരുടെയും ചോദ്യത്തിന് ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലല്ല, നിങ്ങൾ തന്നെ ചോദിക്കണ്ട, കൈരളി മാത്രം ചോദിക്കണ്ട, നിങ്ങൾ മാത്രം ചോദിക്കണ്ട. അത് 6 ചോദ്യം ചോദിച്ചു. നീ വീടിന്റെ ഒന്നുമില്ല. ഇവരെല്ലായിടത്തും പിന്തുണയാണെന്നേ. ഞാൻ ചോദിക്കണ മുഖ്യമന്ത്രി മറുപടി പറയട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ. ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം കേരളത്തിലെ മുഖ്യമന്ത്രി. ഇതുപോലെ കാപട്യമുള്ള ഒരാൾ വേറെയില്ല. രാഷ്ട്രീയ കാപട്യം, പൊളിറ്റിക്കൽ ഹിപ്പോക്രസി ഉള്ള വേറൊരാളില്ല. എന്തായിരുന്നു മതേതരത്വം വിളമ്പല്? എന്തൊരു പ്രസംഗമായിരുന്നു. ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടി 4 പതിറ്റാണ്ട് നടന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് നടന്നു. മാത്രമല്ല ലീഗിനെ വിമർശിക്കുകയാണ്. ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ബാബറി മസ്ജിദ് പൊളിച്ച കാലത്ത് ശിഹാബ് തങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്തു മതസൗഹാർദ്ദത്തിന് വേണ്ടി. ഈ രാജ്യം മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്ത അഭിനന്ദിക്കപ്പെട്ട ഒരു കാര്യമാണ് ശിഹാബ് തങ്ങളുടെ തീരുമാനം, പാണക്കാട് ശിഹാബ് തങ്ങൾ. അന്ന് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗ് സ്പ്ലിറ്റ് ചെയ്ത് INL ഉണ്ടാക്കി. ആ INL എടുത്ത് കക്ഷത്ത് വെച്ചിട്ടാണ് ഈ പിണറായി വിജയൻ ലീഗിനെ വിമർശിക്കുന്നത്. ലീഗിന് തീവ്രത പോരാ. ഏത് ബാബറി മസ്ജിദ് പൊളിച്ച കാലത്ത് അതിനേക്കാൾ വേറെ സ്റ്റാൻഡ് എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ലീഗ് പുലർത്തിപ്പോയ INL എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ട് ലീഗിനെ വിമർശിക്കുന്നത് എന്തൊരു കാപട്യമാണ്. അങ്ങയുടെ പേരാണോ പിണറായി വിജയൻ? ഞങ്ങൾ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, FCRA എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ്. യഥാർത്ഥത്തിൽ BJP സർക്കാർ, ഞാൻ പ്രധാനമന്ത്രിക്ക് കത്ത് വായിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഞാൻ അയക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിന് എതിർപ്പ് വരട്ടെ. മാത്രമല്ല അതിൽ അപകടകരമായ ചില ക്ലോസ് ഉണ്ട്. അവർക്ക് റിന്യൂവൽ കൊടുക്കാതിരിക്കാം, ലൈസൻസിന് റിന്യൂവൽ കൊടുക്കാതിരിക്കാം, ലൈസൻസ് റദ്ദ് ചെയ്യാം. ലൈസൻസ് ഇല്ലായിരുന്നാൽ ഈ പ്രോപ്പർട്ടി മുഴുവൻ ടേക്ക് ഓവർ ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ന്യൂനപക്ഷ സംഘടനകൾ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുഴുവൻ കാര്യങ്ങൾക്കും അത് വലിയൊരു ഭീഷണിയായി മാറും. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ബില്ലാണ്. ആ ബില്ല് അമെന്റ്മെന്റ് ഉണ്ടാകരുത്. കോൺഗ്രസ് അതിനെ ശക്തിയായി, പക്ഷെ നിങ്ങൾ അതിന്റെ പ്രൊവിഷൻസ് വായിക്കേ. അല്ല, അതിന്റെ പ്രൊവിഷൻസ് വായിക്കേ. നിങ്ങൾ അതിന്റെ പ്രൊവിഷൻസ് വായിക്കേ. അവർക്ക് വേണമെങ്കിൽ ലൈസൻസ് റിന്യൂ ചെയ്യാതിരിക്കാം. അതിന് ഇപ്പോ ഏതെങ്കിലും ക്രമക്കേടുകളോ അഴിമതിയോ നടക്കുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള സംവിധാനം ഇപ്പൊ തന്നെ FCRA ആക്ടിലുണ്ട്. അത് പരിശോധിക്കുക. എല്ലാ വർഷവും അത് പരിശോധിച്ചിട്ടാണ് റിന്യൂവൽ കൊടുക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിന്യൂവൽ കൊടുത്തില്ലെങ്കിൽ ആ പ്രോപ്പർട്ടി അങ്ങനെ തന്നെ ടേക്ക് ഓവർ ചെയ്യാം. അപ്പൊ പ്രോപ്പർട്ടി ടേക്ക് ഓവർ ചെയ്യാനാണ്. അതെങ്ങനെ, ഏത് നിയമമാണ്, എന്ത് നിയമമാണ്? പറഞ്ഞ ചോദ്യം കറക്റ്റാണ്. അതായത് അത് ഒന്നും കൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയമമൊന്നും കൊണ്ടുവന്ന തെറ്റില്ല. പക്ഷെ അതിന്റെ അകത്ത് അപകടകരമായ ക്ലോസുകൾ എഴുതി വെച്ചിരിക്കുക. മനസ്സിലായി? ഈ പ്രോപ്പർട്ടി മുഴുവൻ ടേക്ക് ഓവർ ചെയ്യുക, ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ടേക്ക് ഓവർ ചെയ്യുക. അതാണ് അതിന്റെ അകത്ത് ഒരു അപകടകരമായ സ്ഥിതി എന്ന് പറയുന്നത്. മനഃപൂർവ്വം കൊണ്ടുവരാണ്, ദ്രോഹിക്കാൻ വേണ്ടി കൊണ്ടുവരാ. അല്ല, കേരളത്തിൽ UDFും LDFും തമ്മിൽ തന്നെ നേരിട്ട് ഡയറക്റ്റായിട്ട് മത്സരം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-12 സീറ്റിൽ BJP കൂടി അവർക്കൊരു സ്പേസ് ഉണ്ട്. അവർ കൂടി മത്സര രംഗത്തുണ്ട്. അവർ ജയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നാളെ അവർ 12 സീറ്റിൽ BJP ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞെന്ന് വാർത്ത കൊടുക്കരുത്. നിങ്ങളല്ല ഞാൻ പറഞ്ഞ പോയിന്റ്, അവരുടെ പ്രസൻസ് ഉണ്ട്. കാര്യമായിട്ട് 10-12 സീറ്റുകളിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. അതിന് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ അതിൽ പല സീറ്റും അവർ ഈ അപ്രസക്തമായ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്തു.
ആരെ സഹായിക്കാൻ? CPM-നെ സഹായിക്കാൻ. കഴിഞ്ഞ ഞാൻ ഒരു BJP സംസ്ഥാന പ്രസിഡന്റ് A ക്ലാസ് സീറ്റിലല്ലേ മത്സരിക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ അദ്ദേഹം മത്സരിച്ച കോന്നി BJP-യുടെ A ക്ലാസ് സീറ്റാണ് അല്ലേ? 32,000 വോട്ട് പിടിച്ച സീറ്റ് അത് കൊടുത്തു. മറ്റേ അല്ല ഞാൻ പറഞ്ഞുതരാം, പാലക്കാട് ഞങ്ങളും BJP-യും തമ്മിലാണ് മത്സരം. അത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നല്ലേ ഉള്ളൂ. 18,000 വോട്ട് BJP-യേക്കാൾ കൂടുതൽ ഞങ്ങൾക്കുണ്ടായി. പരിതാപകരമായ 3-ാം സ്ഥാനത്താണ് CPM ഉള്ളത്. ഇവിടെ CPM അവിടെ അപ്രസക്തമാണ്. നിയമത്ത് ഞങ്ങൾ നന്നായി കയറി വരുന്നുണ്ട്. ഞാൻ കരുതുന്നത് അന്തിമഘട്ടത്തിൽ LDF-ഉം UDF-ഉം തമ്മിൽ മത്സരം വരുമെന്ന് എന്റെ ധാരണ, എന്റെ അസസ്മെന്റാ, എന്റെ വ്യക്തിപരമായ അസസ്മെന്റാ. അല്ല ഈ പ്രാവശ്യം മാറ്റമുണ്ട്. അത് നേരത്തെ മത്സരിച്ചിരുന്നത് O രാജഗോപാലിനെ പോലെയുള്ള നേതാക്കളൊക്കെയാണ്. മനസ്സിലായില്ലേ? അതിനു മുമ്പ് അവർ ജയിച്ചിട്ടില്ലല്ലോ. ഒരു 2-3 പ്രാവശ്യത്തെ പാറ്റേണാണ്. ഈ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കേരളത്തിലില്ല. പെട്ടെന്ന് വന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് മത്സരിക്കാൻ പോകുന്ന ഒരിതാണ്. അന്തിമഘട്ടത്തിൽ അവിടെ ഒരു 3-ാം സ്ഥാനത്ത് നിന്ന് 1-2 സ്ഥാനങ്ങളിലേക്ക് കയറുന്നൊരു സ്ഥിതിയുണ്ട്. ഞങ്ങളതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് സുപരിചിതനായ ശ്രീ ശബരിനാഥനെ തന്നെ അവിടെ മത്സരിക്കും. അപ്പൊ ശരി പോലെ മതിയല്ല, മതി ഇനി മതി. ഇത്രയും ചോദ്യമൊക്കെ ഒരാൾക്കുണ്ടാണ്.